നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. ഞാൻ അനുജ. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രസ്താവന, അത് വലിയ വിവാദമായി. ആ വാർത്തയിലേക്കാണ് ആദ്യം. കേന്ദ്രമന്ത്രിയുടെ വാക്കും വിവാദവും. ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വന്നാൽ ആ വിഭാഗത്തിന് ഉന്നമനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗോത്രവർഗ വിഭാഗത്തിന്റെ മന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പരാമർശമുണ്ട്. വിവാദമായതോടെ പ്രസ്താവന പിൻവലിച്ചു. പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഉന്നത കുലജാതർ ആദിവാസി വിഭാഗത്തിന്റെ വകുപ്പ് ചുമതലയിൽ വരണം. ഇതുപോലെ തിരിച്ചും വേണം. എന്നാൽ മാത്രമേ ആ മേഖലകൾക്ക് ഉന്നമനമുണ്ടാകൂവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. വിവാദമായതോടെ പഴി മാധ്യമങ്ങൾക്ക്. വാക്കുകൾ വളച്ചൊടിച്ചു. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും സുരേഷ് ഗോപി. ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക. അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മ കെടുത്തിക്കളയാൻ, അത്രയേ ഉള്ളൂ. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു, ഇങ്ങനെ തന്നെ കൊടുക്കും. പരാമർശം തരംതാണ സമീപനമെന്ന് NDA സഖ്യകക്ഷിയും JRP നേതാവുമായ CK ജാനു. അത്തരമൊരു സംഭാഷണം നടത്തിയതുപോലെ ഒരു തരംതാണ രീതിയിലുള്ള ഒരു സമീപനമായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് ശരിക്കും പറയാനുള്ളത്. സുരേഷ് ഗോപിയുടേത് നിലവാരമില്ലാത്ത പ്രസ്താവനയെന്ന മന്ത്രി OR കേളു. ഇത് മാത്രമല്ല, കുറെ കാലമായിട്ട് അദ്ദേഹം ഈ നിലവാരമില്ലാത്ത പ്രസ്താവന തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനോടൊന്നും വിവരമുള്ള ആൾക്കാർ പ്രതികരിക്കില്ല. കേന്ദ്രമന്ത്രി ചാതുർവർണ്ണയത്തിന്റെ കുഴലൂത്തുകാരനെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ യാദൃച്ഛികമല്ല, അത് ഒറ്റപ്പെട്ട ഒന്നല്ല. ഇതാണ് BJP ചാതുർവർണ്ണയത്തിന്റെ കാവൽക്കാരാണ്. രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കാതെയുള്ള പ്രതികരണം അപമാനകരമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പ്രതികരിച്ചത്. എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രമാണ് പറഞ്ഞതെന്നായിരുന്നു പ്രസ്താവന പിൻവലിക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ വിശദീകരണം. 24 ഡൽഹി. മറ്റൊരു വാർത്ത. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് പിന്നാലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ കേരളത്തിനെതിരായ പരാമർശവും വന്നതോടെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണ് കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. ബജറ്റിനെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. വയനാട്, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പാക്കേജുകൾക്കായി കേരളം ആവശ്യപ്പെട്ടത് 24,000 കോടി രൂപ. ഒന്നും കിട്ടിയില്ല. വൻകിട പദ്ധതികളും കേരളത്തിനില്ല. ഈ സാഹചര്യത്തിലാണ് ബജറ്റിനെതിരെ CPIM-ഉം കോൺഗ്രസും വിമർശനവുമായി രംഗത്തെത്തിയത്. ബജറ്റിനെ ന്യായീകരിക്കാൻ ജോർജ് കുര്യൻ നടത്തിയ പരാമർശവും വിവാദമായി. കേരളം പിന്നോക്കമെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ പരാമർശം. പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നുവരുന്നത്. കേരളത്തിലെ BJP നേതാക്കൾക്ക് കേരള വിരുദ്ധ നിലപാടെന്ന് MV ഗോവിന്ദൻ. കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. അത്തരം സമീപനം സ്വീകരിക്കുന്ന BJP അതുപോലെ തന്നെ നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും. കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാൻ കേരളത്തിന് സൗകര്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിന്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. ഈ അവകാശങ്ങൾ കേരളം നടപ്പിലാക്കിയത് കേരള മോഡൽ ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളും മാതൃകയാക്കുകയാണ്. ജോർജ് കുര്യന്റെ പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രസ്താവന പിൻവലിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാപ്പു പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജനങ്ങൾ പ്രതീക്ഷിച്ച എന്താണ്? ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും, കേരളത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത്. മന്ത്രി VN വാസവനും CPIM നേതാവ് EP ജയരാജനും ജോർജ് കുര്യനെതിരെ രംഗത്തെത്തി. ഇതിനിടെ ബജറ്റിനെ പിന്തുണച്ചും
കേരളത്തെ വിമർശിച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കരുത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സെക്ഷൻ ഓഫീസർ ചമഞ്ഞാണ് ശ്രീതു പണം വാങ്ങിയതെന്നും SP സുദർശൻ പറഞ്ഞു. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പൈസ ചീറ്റ് ചെയ്തതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് കോടതിയിൽ ഹാജരാക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ബാക്കിയുണ്ട്. ത്തോളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. വ്യാജരേഖ എന്ന് പറഞ്ഞാൽ ഇവർ ഡ്രൈവറായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ സീലടിച്ചിട്ട് ഒപ്പിട്ടുള്ളത്. MT പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, 10 പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നതിന്റെ തെളിവുകളടക്കം പോലീസിന് ലഭിച്ചുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, തീർച്ചയായും 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ അവ്യക്തത തുടരുന്നതിനിടെയാണ് സാമ്പത്തിക തട്ടിപ്പിൽ ഈ കുഞ്ഞിന്റെ മാതാവ് ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. അല്പസമയം മുമ്പാണ് ഈ ശ്രീതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി SP സുദർശൻ അറിയിച്ചിരിക്കുന്നത്. ഈ ബാലരാമപുരം സ്വദേശിയായ ഷിജു നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് നടപടി ഉണ്ടായിരിക്കുന്നത്. 10 ലക്ഷം രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടി എന്നതാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്ന കാര്യം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. ഈ ഡ്രൈവർ നിയമനത്തിനായാണ് 10 ലക്ഷം രൂപ ഈ പരാതിക്കാരിൽ നിന്ന് ശ്രീതു തട്ടിയെടുത്തത്. ഈ മാത്രമല്ല, ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, വ്യാജരേഖ ചമച്ചായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് എന്നതാണ്. സെക്ഷൻ ഓഫീസർ എന്ന പേരിൽ പ്രത്യേക സീല് പതിക്കുകയും ഒപ്പിടുകയും ചെയ്ത ഒരു നിയമന ഉത്തരവ് ഈ പരാതിക്കാരന് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് ഈ നൽകിയ പൈസ നഷ്ടപ്പെടുകയും ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത്. അല്പസമയത്തിനകം തന്നെ ശ്രീതുവിനെ ഈ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ ശ്രീതു ഉള്ളത് ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലാണ്. ഇന്ന് രാവിലെ കുഞ്ഞിലെ മരണത്തിലെ അവ്യക്തത തുടരുന്നതിനിടെയാണ് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീതു അറസ്റ്റിലായത്. പാലക്കാട് എലപ്പള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെ നിലപാട് കടുപ്പിച്ച RJD. LDF നയമാണ് മന്ത്രിസഭ നടപ്പാക്കേണ്ടതെന്ന് സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു. മുന്നണി യോഗം തീരുമാനമെടുക്കും വരെ നടപടികൾ നിർത്തിവെക്കണമെന്നും വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ എതിർപ്പുകളെ മറികടന്ന് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് മുന്നണിക്കുള്ളിൽ നിന്നു തന്നെ ശബ്ദമുയരുന്നത്. ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. മുന്നണിയിൽ ചർച്ച ചെയ്യുന്നതുവരെ ബ്രൂവറി പദ്ധതി നിർത്തിവെക്കണം, മുന്നണിയുടെ നയങ്ങളാണ് മന്ത്രിസഭ നടപ്പിലാക്കേണ്ടതെന്നും മന്ത്രിസഭയുടെ നയങ്ങൾ LDF അംഗീകരിക്കുകയല്ല വേണ്ടതെന്നുമായിരുന്നു സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജിന്റെ പ്രതികരണം. ഏതൊരു പോളിസി കൊണ്ടുവരുമ്പോഴും ഭരണമുന്നണിയുടെ ഏകോപന സമിതിയിൽ അത് ചർച്ച ചെയ്യണം. എന്നാൽ ഈ എക്സൈസ് പോളിസി LDFിൽ ചർച്ച ചെയ്തിട്ടില്ല. LDF യോഗത്തിൽ ഇത് സമഗ്രമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ എലപ്പള്ളിയിലെ ഈ ബ്രൂവറി പ്രൊജക്റ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർത്തിവെക്കണം. 2, എത്രയും പെട്ടെന്ന് LDF യോഗം വിളിച്ചു കൂട്ടണം. പദ്ധതിയെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർക്കാനാണ് RJD സംസ്ഥാന സമിതിയുടെ തീരുമാനം. പാർട്ടിയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ എലപ്പള്ളിയിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങാനാണ് തീരുമാനം. അതേസമയം മുന്നണിയിൽ നിന്ന് എതിർപ്പുകൾ ഉയരുമ്പോഴും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് CPIM തീരുമാനം. വിമർശനങ്ങൾ ഒറ്റപ്പെട്ടതെന്ന നിലപാടാണ് പാർട്ടിക്ക്. 24 തിരുവനന്തപുരം. പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായെന്നും BJP ശക്തിപ്പെടുന്നതായും CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ PP ദിവ്യയുടെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാകാത്തതാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പരാമർശമെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമ്മതിച്ചു. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ചയെന്ന് ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു. വിവിധയിടങ്ങളിൽ BJP സാന്നിധ്യം ശക്തിപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പരാമർശങ്ങളെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ദിവ്യയെ അനുകൂലിച്ചും വിമർശിച്ചും പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ നിലപാടെടുത്തു. വിവാദങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി. ദിവ്യയുടേത് അപക്വമായ പെരുമാറ്റമെന്നും വിമർശനം. ദിവ്യ സ്വയം അധികാര കേന്ദ്രമായി മാറാൻ ശ്രമിച്ചുവെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ദിവ്യക്കെതിരായ നടപടി
മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങിയെന്ന തോന്നലുണ്ടാക്കിയെന്ന് പാർട്ടിക്കെതിരെയും വിമർശനം. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ പരാമർശമാണെന്നത് സത്യമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ. ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത്. സ്വർണ്ണക്കടത്ത് ആരോപണത്തിലെ P ജയരാജന്റെ സമൂഹമാധ്യമ പോര് ആരോപണ വിധേയരെ പിന്തുണയ്ക്കുന്നുവെന്ന തോന്നലുണ്ടാക്കിയെന്നും വിമർശനം. 24 കണ്ണൂർ. എറണാകുളം തൃപ്പൂണിത്തുറയിൽ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. മരണത്തിന് കാരണം 3 സംഘങ്ങളാണെന്നും വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ടെത്തി മൊഴി നൽകി. സമൂഹമാധ്യമത്തിലൂടെ മകൻ മിഹിറിന്റെ ആത്മഹത്യ പ്രതീകവൽക്കരിച്ചതിനെതിരെയാണ് അമ്മ രംഗത്തെത്തിയത്. പ്രചരിക്കുന്നത് എന്തുതരം പരിഹാസ വീഡിയോ ആണെന്ന് അമ്മ ചോദിക്കുന്നു. കുട്ടികൾക്ക് എങ്ങനെ ഇത്ര ക്രൂരന്മാരാകാൻ സാധിക്കുന്നുവെന്നും ഇവർക്കിടയിൽ ജീവിക്കേണ്ട എന്ന എന്റെ മകന്റെ തീരുമാനം സ്വാഭാവികമെന്നും അമ്മ. മകന്റെ നീതിക്കായി ഏതറ്റം വരെയും പോരാട്ടം തുടരുമെന്നും മിഹിറിന്റെ മാതാവ് റജിന വ്യക്തമാക്കി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ അമ്മ മൊഴി നൽകി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനും അധ്യാപകർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. ആത്മഹത്യയ്ക്ക് കാരണക്കാർ 3 സംഘങ്ങളാണെന്നും വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ആലുവ DOയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷ നടക്കുന്നതിനാൽ സ്കൂളിൽ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്താൻ പോലീസിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കഴിഞ്ഞില്ല. 24 കൊച്ചി. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഭിൻ അറസ്റ്റിൽ. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി. സൗന്ദര്യം കുറവാണെന്നാരോപിച്ച് വിഷ്ണുജയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജയെ ഭർത്താവ് പ്രഭിന്റെ എളങ്കൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ യുവതിയുടെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തി. സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് പ്രഭിൻ ബൈക്കിൽ പോലും കയറ്റിയിരുന്നില്ല. സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു. വിഷ്ണുജയ്ക്ക് ജോലിയില്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി എന്നും പിതാവ് വാസുദേവൻ 24നോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ചെറിയ ചെറിയ പീഡനങ്ങൾ. അവൾക്ക് സൗന്ദര്യമില്ല, പിന്നെ അതേമാതിരി അവൾ ആരോഗ്യമില്ല, പിന്നെ അവൾക്ക് ജോലിയില്ല. അതാണ് മെയിൻ പ്രശ്നം. വിഷ്ണുജ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു. ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. പിന്നെ അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. ഭംഗി കുറവാണ്, പിന്നെ സ്വർണത്തിൻ്റെ കുറവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം 10-25 വയസ്സായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. 2023 മെയ് 14 പ്രഭിനും വിഷ്ണുജയും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രഭിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. 24 മലപ്പുറം. ഇപ്പോൾ വരുന്നൊരു വാർത്ത. പത്തനംതിട്ട കൊടുമണ്ണിൽ പുരയിടത്തിലെ തീ അണയ്ക്കുന്നതിനിടെ പൊള്ളലേറ്റ വയോധികം മരിച്ചു. കൊടുമൺ കൊറ്റംകുന്ന് സ്വദേശി ഓമനയാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഉച്ചയോടുകൂടിയാണ് അനുജ ഈ പുരയിടത്തിൽ, കൊറ്റംകുന്നിലെ പുരയിടത്തിൽ, റബ്ബർ പുരയിടമാണ്. ആ റബ്ബർ എസ്റ്റേറ്റിന് സമീപത്തെ തീ പടർന്നു പിടിച്ചത്. നാട്ടുകാർക്കൊപ്പം ഓമന സുരേന്ദ്രൻ എന്നാണ് അവരുടെ പേര്. 61 വയസ്സായിരുന്നു. ഇവരും പുരയിടത്തിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്താണ് തീ വല്ലാതെ പടർന്നു പിടിച്ചത്. ഇവരുടെ ശരീരത്തിലേക്ക് തീപ്പൊള്ളൽ ഏൽക്കുകയായിരുന്നു. ശേഷം ബോധരഹിതയായി നിലത്തേക്ക് വീണു. അങ്ങനെ ഏതാണ്ട് ഒരു 50%-ലധികം പൊള്ളലേറ്റതോടുകൂടി ബോധരഹിതയായി വീഴുകയായിരുന്നു. ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ കൊണ്ടുപോകും വഴി മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് അധികൃതരടക്കം ഇപ്പോൾ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. മൃതദേഹം എന്തായാലും പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അനുജ, മുകേഷ് MLA-ക്കെതിരായ പീഡന പരാതിയിൽ തെളിവുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ കേസിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് CPIM-ന്റെ തീരുമാനം. ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലെ ബലാത്സംഗ കേസിലാണ് മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. MLA-ക്കെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ധാർമ്മികത ഏറ്റെടുത്ത മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന്
പരാതിക്കാരി. ജനങ്ങൾക്ക് നല്ലത്, ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത്രയും ഒരു കുറ്റമൊക്കെ ചെയ്ത് അത് ഇദ്ദേഹത്തെ ഞാൻ മാത്രമല്ല വേറെ പലരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പലർക്കും പേടിയാണ്, കാരണം അവർക്ക് കുടുംബമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങളാണ് മുകേഷിനുള്ള പിന്തുണ തുടരാനാണ് CPIMന്റെ തീരുമാനം. കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരാൾ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കോടതിയല്ലേ കൈകാര്യം ചെയ്യുക. കോടതി കൈകാര്യം ചെയ്യട്ടെ. അതേ ആർക്കെതിരായിട്ടും കോടതിയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. കോടതി കൈകാര്യം ചെയ്ത് വരട്ടെ, ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ. സംഭവത്തിൽ പാർട്ടിയും സർക്കാരും കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവച്ചതിനെതിരെ മുനമ്പം ഭൂസംരക്ഷണ സമിതി കമ്മീഷൻ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന സമിതി വിഷയത്തിൽ കോടതി ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി P. രാജീവ്. വഖഫിന്റെ അമിതാധികാരത്തിനെതിരെ വിമോചന സമരം നടത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കോഴിക്കോട് രാമനാട്ടുകരയിൽ യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ കൊണ്ടോട്ടി സ്വദേശി ഷിബിനാണ് മരിച്ചത്. കേസിൽ വൈദ്യരങ്ങാടി സ്വദേശി ഇജാസ് പോലീസ് കസ്റ്റഡിയിൽ. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ MP-മാർ നാളെ പ്രതിഷേധിക്കും. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളുന്നു. കേസ് പരിഗണിക്കുന്നത് തുടർച്ചയായ 7ാം തവണയും റിയാദിലെ കോടതി മാറ്റിവെച്ചു. കേസ് മാറ്റിവെച്ചതിന്റെ കാരണം ഇത്തവണയും വ്യക്തമല്ല. NCPയിലെ മന്ത്രിമാറ്റം മുഖ്യമന്ത്രി ഇടപെട്ട് തടഞ്ഞതിലെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന PC ചാക്കോയുടെ സംഭാഷണം പുറത്ത്. മന്ത്രിയെ മാറ്റണമെന്ന തീരുമാനം അറിയിച്ചെങ്കിലും നിർബന്ധം പിടിക്കരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഘടകകക്ഷികളോടുള്ള കീഴ്വഴക്കങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് തനിക്ക് നെഞ്ചത്ത് നോക്കി പറയാമായിരുന്നുവെന്നും PC ചാക്കോയുടെ സംഭാഷണത്തിൽ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.